ടേബിളിന്റെ പുറത്ത് വെച്ചതാണല്ലോ. ഇതെന്തൊരു മറിമായോ. എനിക്ക് കോളേജിൽ പോവാൻ സമയമായി. അമ്മ ഇവിടെ എല്ലാം അടിച്ചു വാരിയപ്പോ എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചോ? അതേടി മോളെ, ഈ പ്രായത്തിലെ അമ്മയ്ക്കാണല്ലോ അതിന്റെ ആവശ്യം. അല്ല പിന്നെ ഓർമ്മയും പൊക്കണോ ഇല്ലാണ്ട് അവിടെ എവിടെ മാറ്റി വെച്ചിട്ട് എന്നോടാ ചോദിക്കണേ? ഞാൻ മാറ്റി വെച്ചു. അവിടെ എവിടെയെങ്കിലും നോക്കണേ. അയ്യോ, പിന്നെ അത് എവിടെ പോയി? ആ കിട്ടി കിട്ടി. അമ്മേ, ഞാൻ പോവാണേ. ചേച്ചി അവിടെ നിക്കടി, ഇതൊന്നും വേണ്ടേ? അയ്യോ, ഞാനത് മറന്നു. ഇങ്ങിതാ ചേച്ചി. ഈ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ജീവിക്ക. അതേടി, അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ നിനക്കില്ലാത്ത ശ്രദ്ധ ഇവക്കാ ഉള്ളത്. അമ്മേ, ഞാൻ പോവാണേ. ചേച്ചി എന്താ ഈ മുടിയൊക്കെ ഒന്ന് ചീകിട്ട് പൊയ്ക്കൂടെ? പൊട്ടുപോലും വെച്ചിട്ടില്ല. കോളേജിൽ പോകുമ്പോഴെങ്കിലും ഒന്ന് നന്നായിട്ട് പൊയ്ക്കൂടെടി നിനക്ക്. അങ്ങനെ പറയല്ലേ മോളെ, ഈ കരയിൽ ഇത്രയും നന്നായി ഒരുങ്ങി പോണ കുട്ടികൾ നിങ്ങളേ ഉള്ളൂ. അതിന്റെ ക്രെഡിറ്റ് തങ്കത്തിനാ. മോള് പോയിട്ട് വാ. പോട്ടെ അമ്മ. ചേച്ചി എടി, നീ ആടിനെ ഒന്ന് അയച്ചേട്ടെ. ശരി അമ്മേ. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചോ? താനൊന്നും പറഞ്ഞില്ല. വഴി വെച്ചിങ്ങനെ സംസാരിച്ച ഞാൻ എന്താ പറയാ? വീട്ടിലേക്ക് വരൂ. അപ്പൊ ഞാൻ വന്നോട്ടെ? ഇതൊന്ന് കേൾക്കാൻ ഞാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നറിയോ? അപ്പോ വരുന്ന ഞായറാഴ്ച ഞാൻ അമ്മയും കൂട്ടി വരാം. കുറെ കാലമായി ഞാൻ കാത്തു നിൽക്കുന്നു. ഇയാൾ എന്നെ കാത്തു നിന്നാ ഞാൻ പറഞ്ഞിട്ടാണോ? അല്ല, എന്റെ ഇഷ്ടത്തിനാ ഞാനിവിടെ കാത്തു നിന്നത്, ഇയാളെ കാണാൻ. എന്തിനാ നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നത്? എന്നെ കാത്തു നിൽക്കാനാണെങ്കിൽ ഈ ജന്മം മുഴുവൻ താൻ ഇവിടെ കാത്തു നിൽക്കേയുള്ളൂ. എന്നെ കാണില്ല. ഞാൻ ഈ വഴിക്ക് വരണമില്ല. എന്താ, താൻ റൂട്ട് മാറ്റാൻ പോവാ? എന്നാ ഞാൻ ആ വഴിക്കും വരും. നിങ്ങൾ എന്താ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? ജീവിക്കും, നമ്മൾ ഒരുമിച്ച്. എനിക്ക് ഇയാളെ വേണം. താൻ ഏത് വഴിക്ക് പോയാലും ഞാനിവിടെ ഉണ്ടാവും, ഏത് വേഷത്തിലും. ആരാ? അല്ല, ചെത്തുകാരൻ മാറിയോ? നീ ഏതാ ചക്ക? ഇതിനു മുമ്പ് നിന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ ഉള്ളതല്ല, കുറച്ച് ദൂരെന്നാ, അമ്പലമുക്കിന്ന്. അത് ശരി, അതാ ഞാൻ നോക്കണേ, ഇവിടെ ഒന്നും കാണാത്ത ആളാണല്ലോ. അമ്മ കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? ഇപ്പൊ തരാം, നിക്ക. ഞാൻ പറഞ്ഞില്ലേ തന്നെ കാണാൻ ഞാൻ ഏത് വേഷത്തിലും വരുമെന്ന്. ആ, വേണോ? നല്ല മധുരക്കള്ള നിന്നെ പോലെ. ഇപ്പൊ വേണ്ട.
അപ്പോ നിന്റെ കൂടെ വന്നാ എന്നും കള്ളു കുടിക്കാം. കള്ളല്ല, നിനക്ക് ഞാൻ തേന തരിക, എന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്ന നടന്നേ. டேய், நீ என்னடா நினைச்ச? கள்ளு தன்ன ஏமாத்த நினைச்சியா? இது உன்னோட வழக்கமா? என்ன உனக்கு கிடைக்காதடா. അവിടെ നിൽക്കേ. സന്ധ്യ പ്ലീസ്, എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം. വീട്ടുകാരെ കൊണ്ടുവന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ല. എനിക്കൊന്നും കേൾക്കണ്ട. കേട്ടേ പറ്റൂ. എന്താ നിന്റെ പ്രശ്നം? എനിക്കിപ്പോ ഇയാളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഞാനിപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലും അല്ല. എനിക്ക് ഇയാളെ ഇഷ്ടവുമല്ല. പ്ലീസ് എന്നെ ഒന്ന് ഒഴിവാക്ക്. എനിക്ക് പോണം. എന്താ നീ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ഞാൻ ഗർഭിണിയാണ്. എന്ത്? ഹരിയെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഞാനും കൂടെ അറിഞ്ഞിട്ടല്ലേ. ഇനി എനിക്ക് ഒളിക്കാൻ വയ്യ. അമ്മ, ചേച്ചി, അവരെ കൂടെ എനിക്ക് മാനം കെടുത്താൻ വയ്യ. ഹരി വരണം. എല്ലാവരുടെയും സമ്മതത്തോടെ എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കണം. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തോ? ഇതാണോ ഭ്രാന്ത്? എന്നെ കൈവിടരുത്. ഹരി എന്നെ കൈവിട്ട് എനിക്ക് പിന്നെ വേറെ വഴിയില്ല. വേറെ വഴിയില്ലെങ്കിൽ പോയി ചാവണം, അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കല്ല വേണ്ടത്. നിന്നെ ഞാൻ എങ്ങനെയാടി കെട്ടുക? ഒന്ന് കൈ കാണിച്ചപ്പോ ഞാൻ വിളിച്ചെടുത്തൊക്കെ നീ എന്റെ കൂടെ വന്നില്ലേ? അങ്ങനെ എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ടാവും നീ? നിന്നെ കെട്ടിയാൽ എന്റെ ജീവിതം തകരും. ആ സാഹസത്തിന് ഞാനില്ല. നിനക്ക് ചാവുകയെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നെ നോക്കണ്ട. പ്രിയപ്പെട്ട ചേച്ചിക്കും അമ്മയ്ക്കും ഞാൻ പോവുക. എന്നെ മാത്രം സ്നേഹിച്ച് ചേച്ചി അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഈ മോള് പോവുക. അമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ നശിച്ചു പോയിന്ന് പറയാൻ വയ്യ എനിക്ക്.
ഞാൻ കാരണം അമ്മയും ചേച്ചി അപമാനിക്കപ്പെടാൻ പാടില്ല. എനിക്ക് ഇത്ര ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതുക ഞാൻ. അമ്മ, ഞാൻ പോവാ. മോളെ, എന്തിനാ മോളെ ഞങ്ങളോട് ചെയ്തത്? ഞങ്ങളെ ഒറ്റയ്ക്കിട്ട് പോയില്ല മോളെ. അമ്മയ്ക്ക് ആരുണ്ട്? ഞങ്ങളെ ഇട്ടിട്ട് എന്തിനാ മക്കളെ നീ പോയ? അമ്മയ്ക്ക് സിന്ധു, ഞാൻ പോവാ മോളെ. അമ്മയ്ക്ക് നീയേ ഉള്ളൂ. ഒരു കള്ളുചെത്തുകാരന്റെ ഇഷ്ടക്കാരി ആയതുകൊണ്ടാ ചേച്ചിക്ക് ഇങ്ങനെ സംഭവിച്ചത്. ചേച്ചി നശിച്ചെന്ന് അമ്മ അറിഞ്ഞ മോളെ അതെനിക്ക് സഹിക്കില്ല. ഈ കുറിപ്പ് എഴുതുമ്പോ ഒറ്റ ആഗ്രഹം ചേച്ചിക്കുള്ളൂ, ഈ നശിച്ചവളെ കുറിച്ച് അമ്മ അറിയരുത്. ഒരിക്കലും ഒരിക്കലും അമ്മ അറിയരുത്. Ha ha ha!